രണ്ട് പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞാൻ നൈജീരിയൻ രാജകുമാരന്റെ കഥ ഓർത്തത്. ഒരു പാവം രാജകുമാരൻ, കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള രാജകുമാരൻ. പക്ഷെ എന്ത് ചെയ്യാം, ചില സാങ്കേതികപരമായോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു $1,500-2,500 രൂപ വേണം. ആ തുക കൊടുത്തു കഴിഞ്ഞാൽ അൺഫ്രീസ് ചെയ്യപ്പെടും അക്കൗണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു 50 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ ആ പാവം രാജകുമാരൻ എടുത്തു തരും. ആ രാജകുമാരന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നൈജീരിയൻ പ്രിൻസ് സ്കാം എന്നറിയപ്പെടുന്ന ഒരു സ്കാമിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതേപോലുള്ള ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകിൽ നൈജീരിയൻ പ്രിൻസിനെ പറ്റി അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ വേഷത്തിലുള്ള പുതിയ രൂപത്തിലുള്ള ഏതെങ്കിലും ഇമെയിൽ. ഈ നൈജീരിയൻ പ്രിൻസ് സ്കാം എന്തെന്ന് വെച്ചാൽ, ഒരു നൈജീരിയയിലെ ഒരു രാജകുടുംബത്തിലെ രാജകുമാരൻ, അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, അതായത് നിധി പോലുള്ള ആസ്തി ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചില രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ കുടുക്കി. തുടർന്ന് ബാങ്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ആ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ കുറച്ച് തുക സഹായം വേണം നിങ്ങളുടെ കയ്യിൽ നിന്ന്. നിങ്ങൾ സ്നേഹനിധിയായി നിങ്ങൾ കാശ് കൊടുക്കുമ്പോൾ ആ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യപ്പെടും. അതിൽ നിന്ന് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടി ഡോളറാണ് അവിടെ അക്കൗണ്ടിലുള്ളത്. അതിൽ നിന്ന് വെറും 50 കോടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടമൊന്നുമില്ല. അദ്ദേഹം പ്രശ്നത്തിലാണെന്ന് നിങ്ങൾക്ക് ആ ഇമെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആ ഇമെയിലിൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും എല്ലാം ഉണ്ടാവും. ഒരു പ്രോപ്പർ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു പാവം രാജകുമാരനാണെന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ഈ ഗ്രാമർ മിസ്റ്റേക്സും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സും എല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. കാരണം അങ്ങനെ ഒരു ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് എറേഴ്സും ഉള്ളപ്പോഴാണ് അതിനൊരു ഒതന്റിസിറ്റി വരുന്നത്. അത് സത്യസന്ധമായ ലെറ്റർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്ന ഒരാൾ ഒരു കത്ത് എഴുതുമ്പോൾ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നോ അതിന് എന്തൊക്കെ തെറ്റുണ്ടെന്നോ ഒന്നും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സഹായം വേണം. അത് ജസ്റ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ മെയിൽ അയക്കുന്നത് അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ തെറ്റുണ്ടെന്നോ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നോ അയാൾ അധികം ശ്രദ്ധിക്കില്ല. രണ്ടാമത്തേതാണ് പ്രധാന കാര്യം. കാരണം ഈ ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് എറേഴ്സും എല്ലാം ഉണ്ടായിട്ടും കുടുങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ യഥാർത്ഥ മണ്ടന്മാരായിരിക്കുമെന്ന് ഇവർക്കറിയാം. അത്തരം ആൾക്കാരെ പറ്റിക്കാനും എളുപ്പമാണ്. അതായത് ഇവിടെ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ഈ ഇമെയിൽ, ഈ തെറ്റായ ഇമെയിൽ കിട്ടിയിട്ടും പൈസ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർ യഥാർത്ഥ മണ്ടന്മാരാണ്. അവരെ പറ്റിക്കാൻ എളുപ്പവുമാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, 1910 മുതൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. അന്ന് ഇമെയിലും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ സാധാരണ കത്ത് വഴിയായിരുന്നു ആൾക്കാരെ പറ്റിച്ചിരുന്നത്. അതിനെ സ്പാനിഷ് പ്രിസൺ സ്വിൻഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു കോടീശ്വരൻ, ഒരു വേദനിക്കുന്ന കോടീശ്വരൻ ജയിലിലാണ്. കാരണം അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ കുടുക്കി ജയിലിലാക്കി. അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ജയിലധികൃതർക്ക് കുറച്ച് കൈക്കൂലി കൊടുക്കണം. രഹസ്യമായിട്ട് കുറച്ച് കൈക്കൂലി കൊടുക്കണം. ലക്ഷക്കണക്കിന് ഡോളർ ആസ്തിയുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഒരു $1,500 അയച്ചു കൊടുത്താൽ അതുവഴി അദ്ദേഹം കൈക്കൂലി കൊടുത്ത് പുറത്തു വരും. ആ നോബിൾ ആയിട്ടുള്ള മനുഷ്യൻ, ആ സത്യസന്ധനായ മനുഷ്യൻ നിങ്ങൾക്ക് ഇറങ്ങി വന്നാലുടൻ 10% തന്റെ സ്വത്തിന്റെ 10% നിങ്ങളുടെ പേരിൽ എഴുതിത്തരും. അങ്ങനെയൊക്കെയായിരുന്നു തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തട്ടിപ്പുകളുടെ രൂപം മാറി, വേഷം മാറി. രാജകുമാരൻ കയ്യിൽ കിട്ടിയ കാശും കൊണ്ട് കുതിരപ്പുറത്ത് കയറി പോയി കഴിയുമ്പോഴാണ് തങ്ങൾ കഴുതകളായ വിവരം സാധാരണക്കാർ അറിയുന്നത്. സ്നേഹനിധികളായ സഹായ മനസ്കരായ നാട്ടുകാർ അറിയുന്നത്. എന്തായാലും ആഗോളതലത്തിൽ വളരെ രീതിയിൽ വിജയിച്ചൊരു സ്കാമായിരുന്നു ഈ നൈജീരിയൻ പ്രിൻസ് സ്കാം. രാജാവെന്നും രാജകുമാരനെന്നും രാജകുടുംബം എന്നൊക്കെ കേൾക്കുമ്പോൾ ലോകത്ത് എല്ലാവർക്കും ഒരുതരം കോരിത്തിരപ്പ് ഉണ്ടാകും എന്ന് തെളിയിച്ച ഒരു സ്കാമാണ് നൈജീരിയൻ പ്രിസൺ സ്കാം. എന്തായാലും ഇപ്പോഴത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം അയക്കാത്ത പാഴ്സലിന് ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷന്റെ പേരിൽ ക്രൈംബ്രാഞ്ചിന് വേണ്ടി 41 ലക്ഷമാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം അയച്ച പാഴ്സലിൽ MDMA ഉണ്ടായിരുന്നു എന്നാണ് ഈ ക്രൈംബ്രാഞ്ച് അധികൃതർ എന്ന് അവകാശപ്പെടുന്നവർ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചത്. അദ്ദേഹം ഇല്ലാത്ത പാഴ്സലിന് വേണ്ടാത്ത കാശ് കൊടുത്തു, 41 ലക്ഷം രൂപ. ബാങ്കുകൾ നാഴികയ്ക്ക് 40 വട്ടം നിങ്ങളോട് ആവർത്തിക്കുന്നതാണ് OTP കൊടുക്കരുത്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കും ഷെയർ ചെയ്യരുതെന്ന്. എന്നിട്ടും ഒരു ഡോക്ടർ അക്കൗണ്ട് ഡീറ്റെയിൽസും OTPയും ഷെയർ ചെയ്തത് അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാനാണ്. അതായത് തട്ടിപ്പുകാർ വീണ്ടും വന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ രൂപങ്ങളിൽ. 1910 അത് സ്പാനിഷ് പ്രിസൺ സ്വിൻഡിലായിരുന്നെങ്കിൽ പിന്നീട് അത് നൈജീരിയൻ പ്രിൻസ് സ്കാം ആയെങ്കിൽ ഇപ്പോഴത് ക്രൈംബ്രാഞ്ചും MDMA ഒക്കെയാണ്. പുതിയ രൂപത്തിലും വരും, പുതിയ ഭാവത്തിലും വരും. കരുതിയിരിക്കുക. ഇവരിൽ പെടാതെ മുന്നോട്ട് പോകാൻ, ഇവരുടെ കെണിയിൽ പെടാതെ മുന്നോട്ട് പോകാൻ ഒരല്പം പണിയുണ്ട്. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് നടക്കുക, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക, കുഴി വീഴാതിരിക്കുക.